ഹായ്, ഇനി നമുക്ക് നമ്മുടെ പുതിയ മൊഡ്യൂൾ സ്റ്റാർട്ട് ചെയ്യാം. തേർഡ് മൊഡ്യൂള് ബേസിക് ആൾജിബ്ര. അതിൽ ഒത്തിരി ഇക്വേഷൻസൊക്കെ സോൾവ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് ഇതിൽ പറയുന്നത്. അപ്പം ഈ ആൾജിബ്ര എന്ന് പറയുന്നത് കൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത്, ഈ വേർഡ് ആൾജിബ്ര എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിച്ചിട്ടുള്ളത്? ഇപ്പം എക്സ് പ്ലസ് വൈ ഈസ് ഈക്വൽ ടു 12, അതേപോലെ 2x പ്ലസ് 3 ഈസ് ഈക്വൽ ടു 16, ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഒരു ഇക്വേഷൻ തന്നു കഴിഞ്ഞാൽ ഇങ്ങനെ നമ്മളൊരു മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻ കൊടുക്കുന്നതിന് എന്ത് പറയുന്നത്? ഈ ആൾജിബ്ര എന്ന് പറയുന്നത്. അതായത് അൺനോൺ ആയിട്ടുള്ള ഇങ്ങനെയുള്ള വേരിയബിൾസ് ആഡ് ചെയ്തിട്ട് ചേർത്തിട്ട് നമ്മൾ ഓരോ ഇക്വേഷൻസോ അല്ലെങ്കിൽ ഇങ്ങനെ നമ്മളൊരു മാത്തമാറ്റിക്കലി എന്തെങ്കിലും എക്സ്പ്രസ് ചെയ്യുമ്പോൾ അതിനെയാണ് എന്ത് പറയുന്നത്? ഈ ആൾജിബ്ര എന്ന് പറയുന്നത് കൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്കറിയാം, നമ്മൾ സാധാരണ എഴുതാറുണ്ട് എന്താണ്, 2 പ്ലസ് 3 ഈസ് ഈക്വൽ ടു 5 എന്ന് പറഞ്ഞിട്ട്. ഇതിന് മീനിങ് എന്താണ്? 2 പ്ലസ് 3 ഈസ് ഈക്വൽ ടു. അപ്പോൾ ഇവിടെ എന്ത് വന്നിട്ടുണ്ട്? ഒരു അരിത്മെറ്റിക്കൽ ഓപ്പറേഷൻസ് ഇങ്ങനെ 3 പ്ലസ് അല്ലെങ്കിൽ മൈനസ് ഡിവിഷൻ ആണെങ്കിൽ അങ്ങനെ വരാറുണ്ട്. അപ്പോൾ അതേപോലെ ഈ ഒരു ഇതിൻ്റെ കൂടെ എന്തും കൂടെ വരികയാണ്, അൺനോൺ ആയിട്ടുള്ള വേരിയബിൾസും കൂടെ ആഡ് ചെയ്തിട്ട് നമ്മൾ പറയുമ്പോൾ അതിനെയാണ് എന്ത് പറയുന്നത്? ഈ ആൾജിബ്രായിക് ഓപ്പറേഷൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇവിടെ പറയുന്നത് ഡിഫറെൻ്റ് ആയിട്ട് വരുന്ന എന്താണ്, ഈ ഓരോ ഇക്വേഷൻസ് എങ്ങനെ സോൾവ് ചെയ്യുക എന്നുള്ളതാണ് നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ പറയാനുള്ളത്. അപ്പം ആദ്യമായിട്ട് നമുക്ക് അറിയേണ്ടത് എന്താണ് ഇക്വേഷൻസ് എന്ന് പറഞ്ഞാൽ. അതായത് ഇക്വേഷൻസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ആ ഒരു ഇക്വേഷൻസ് ഒരു രണ്ട് പാർട്ട് ഉണ്ടായിരിക്കും. ആ പാർട്ട് എന്താണ്, ഈ രണ്ട് സൈഡും എന്തായിരിക്കും? ഈക്വൽ ആയിട്ട് വരും. ഇപ്പോൾ എക്സ് പ്ലസ് 2 ഈസ് ഈക്വൽ ടു 4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ എന്ത് വരുന്നുണ്ട്? ഇതിന് ഈക്വൽ ആയിരിക്കും എന്തെന്ന് പറയുന്നത്? ഈ പോർഷൻ എന്ന് പറയുന്നത്. അപ്പം ഈ ഇക്വേഷൻസ് എന്ന് പറഞ്ഞാൽ ഈ ഒരു രണ്ട് പോർഷൻ എന്താണ്, ഈക്വൽ ആയിട്ട് വരണം. അപ്പം നമുക്ക് തരുന്ന ഒരു എന്താണ്, എന്തെങ്കിലും ഒരു ഇക്വേഷൻ തന്നു കഴിഞ്ഞാൽ അവിടെ എന്തുണ്ടായിരിക്കും? ഈ അടുത്ത പോർഷൻ നമ്മൾ ഈക്വൽ ആണെന്ന് നമ്മൾ എന്ത് ചെയ്യാണ്? പ്രൂവ് ചെയ്യാണ്. അപ്പോൾ നമുക്ക് ഈ തരുന്ന ഈ അൺനോൺ വേരിയബിൾസിൻ്റെ അതിൻ്റെ പവറൊക്കെ അനുസരിച്ച് നമുക്ക് ഈ ഓരോ ഇക്വേഷൻസിന് ഡിഫറെൻ്റ് ആയിട്ട് നമുക്ക് ക്ലാസിഫൈ ചെയ്യാം. അതിൽ വരുന്ന ഒന്നാമത്തെ ക്ലാസിഫിക്കേഷനാണ് ലീനിയർ ഇക്വേഷൻ. ലീനിയർ ഇക്വേഷൻ. ഇവിടെ ലീനിയർ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ അവിടെ എന്തുണ്ടായിരിക്കും? അൺനോൺ ആയിട്ടുള്ള ഒന്നോ രണ്ടോ അല്ലെങ്കിൽ അതിലധികമോ വേരിയബിൾസ് ഉണ്ടായിരിക്കും. പ്ലസ് അതിൻ്റെ ആ ഒരു അൺനോണിൻ്റെ പവർ എന്ന് പറയുന്നത് എന്തായിരിക്കും? 1 ആയിരിക്കും എന്നാണ് പറയുന്നത്. അതായത് ഫസ്റ്റ് പവർ എന്ന് പറയുന്നത്. അതായത് ഇപ്പം നമുക്കറിയാം, ഇപ്പോൾ എക്സ് പ്ലസ് 2 ഈസ് ഈക്വൽ ടു എന്താണ്, 4 എന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ എന്തുണ്ട്? ഒരു അൺനോൺ വേരിയബിളും കിടക്കുന്നുണ്ട്. ഈ അൺനോൺ വേരിയബിളിൻ്റെ പവർ എന്ന് പറയുന്നത് എന്താണ്? 1 ആണ്. അപ്പോൾ ആ ഫസ്റ്റ് പവറിൽ കിടക്കുന്ന ടൈപ്പ് ഓഫ് ഇക്വേഷൻ എന്ന് പറയുന്നത് ലീനിയർ ഇക്വേഷൻ എന്ന് പറയുന്നത്. എന്താ പറയുന്നത്? നമുക്ക് തരുന്ന അൺനോൺ വേരിയബിളിൻ്റെ പവേഴ്സ് എന്താണ്, 1ൽ കിടക്കുന്ന ഈ ടൈപ്പ് ഓഫ് ഇക്വേഷൻ എന്ന് പറയുന്നത് ലീനിയർ ഇക്വേഷൻ എന്ന് പറയും. ഇനിയിപ്പം എക്സ് പ്ലസ് വൈ ഈസ് ഈക്വൽ ടു 6 ഇങ്ങനെ വരുമ്പോഴും ഇതെന്താണ്, ഇതിൻ്റെ പവർ എന്ന് പറയുന്നതൊക്കെ എന്താണ്, 1 ആയിട്ടാണ് കിടക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ഇക്വേഷൻ എന്തെന്ന് പറയുന്നത് ലീനിയർ ഇക്വേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ലീനിയർ ഇക്വേഷൻ രണ്ട് വിധത്തിലുണ്ട്. അതിലൊന്നാണെന്ന് പറയുന്നത് ലീനിയർ ഇക്വേഷൻ ഇൻ 1 വേരിയബിൾ. അതായത് ഒറ്റൊരു അൺനോൺ വേരിയബിൾ ആയിട്ട് കിടക്കുന്ന ഇക്വേഷൻ എന്ന് പറയുന്നത് ലീനിയർ ഇക്വേഷൻ 1 വേരിയബിൾ എന്ന് പറയുന്നത്. അതായത് ഇപ്പോൾ നമ്മൾ ഈ ഒരു 2x പ്ലസ് 1 ഈസ് ഈക്വൽ ടു 4 എന്ന് പറയുമ്പോൾ ഇവിടെ എത്രയേ ഉള്ളൂ? ഒറ്റൊരു അൺനോൺ വേരിയബിൾ ഉള്ളൂ. ഇനി ലീനിയർ ഇക്വേഷൻ വിത്ത് 2 വേരിയബിൾ എന്ന് പറയുന്നത് എന്താ ഉദ്ദേശിക്കുന്നത്? ഇപ്പോൾ എക്സ് പ്ലസ് 3y ഈസ് ഈക്വൽ ടു 60 ഇങ്ങനെ പറയുകയാണെങ്കിൽ അത് എന്ത് വരും? ഇവിടെ എന്താ പറയുന്നത്? ഇവിടെ രണ്ട് അൺനോൺ വേരിയബിൾ കിടക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ വരുന്ന ഇക്വേഷൻ എന്ന് പറയുന്നത് ലീനിയർ ഇക്വേഷൻ വിത്ത് 2 വേരിയബിൾ എന്ന് പറയും. ഇവിടെ വേരിയബിൾ എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു വാല്യൂ കൊടുക്കുമ്പോൾ നമുക്ക് എന്താണ്, ഇപ്പോൾ നമ്മളിവിടെ 1 കൊടുത്താൽ ഇവിടെ എന്തെങ്കിലും വൈൻ്റെ വാല്യൂ നമുക്ക് ഒരു എമൗണ്ട് കിട്ടും. അതേപോലെ തന്നെ ഇവിടെ നമ്മൾ 2 കൊടുത്തു കഴിഞ്ഞാൽ ഈ വൈൻ്റെ വേരിയബിൾ എന്താണ്, ഇവിടെ ചേഞ്ച് ചെയ്യും. ഇവിടെ 3 കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ എന്ത് ചെയ്യും? വൈൻ്റെ വേരിയബിൾ എന്ത് ചെയ്യുന്നു? ചേഞ്ച് ചെയ്യും. അപ്പം ഇങ്ങനെ ചേഞ്ച് ചെയ്യുന്നത് കൊണ്ടാണ് ഇതിനെന്ത് പറയുന്നത്? വേരിയബിൾ എന്ന് പറയുന്നത്. വാരി എന്ന് പറഞ്ഞാൽ എന്താണ്? ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുക. അതുകൊണ്ടാണ് ഇതിനെ വേരിയബിൾ എന്ന് നമ്മൾ ഈ ഒരു ടേംസിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇത്രേ പറഞ്ഞോളൂ. ലീനിയർ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അൺനോൺ ആയിട്ടുള്ള വേരിയബിൾസിനെ നമ്മളൊരു ഇക്വേഷൻ ഫോമിൽ എക്സ്പ്രസ് ചെയ്യും. അതിൻ്റെ പവർ എന്ന് പറയുന്നത് എന്തായിരിക്കും? ഈ അൺനോൺ വേരിയബിളിൻ്റെ പവർ എന്ന് പറയുന്നത് 1 ആയിട്ട് ഉള്ള ഇക്വേഷനാണ് ഇതെന്ന് പറയുന്നത് ലീനിയർ ഇക്വേഷൻ എന്ന് പറയുന്നത്. ലീനിയർ ഇക്വേഷൻ സാധാരണയായിട്ട് രണ്ട് ടൈപ്പാണുള്ളത്. അതിൽ ഒന്നെന്ന് പറയുന്നത് ലീനിയർ ഇക്വേഷൻ ഇൻ 1 വേരിയബിൾ, രണ്ടാമതെന്ന് പറയുന്നത് ലീനിയർ ഇക്വേഷൻ ഇൻ 2 വേരിയബിൾ. 1 വേരിയബിൾ എന്ന് പറഞ്ഞാൽ ആ ഒരു ഇക്വേഷനിൽ ഒറ്റ ഒരു 2y പ്ലസ് 7 ഈസ് ഈക്വൽ ടു 80 എന്ന് വന്നു കഴിഞ്ഞാൽ ഇവിടെ എന്താണ്? ഇവിടെ ഒരു അൺനോൺ ആയിട്ട് ഒരു വേരിയബിൾ ആയിട്ടാണ് കിടക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ഇക്വേഷനാണ് എന്ത് പറയുന്നത്? ലീനിയർ ഇക്വേഷൻ ഇൻ 1 വേരിയബിൾ എന്ന് പറയുന്നത്. ഇനി ഇതിൻ്റെ കൂടെ
വേറൊരു വേരിയബിൾ കൂടി ആഡ് ചെയ്യുമ്പോൾ അതെന്ത് വരും? ലീനിയർ ഇക്വേഷൻ ഇൻ 2 വേരിയബിൾ എന്ന് പറയും. അപ്പം നമുക്കിവിടെ ആദ്യം ചെയ്യാനുള്ളത് ലീനിയർ ഇക്വേഷൻ ഇൻ 1 വേരിയബിൾ വന്നു കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെയാണ് ഒരു ഇക്വേഷൻ സോൾവ് ചെയ്യുന്നതെന്നാണ് ആദ്യം നമ്മൾ പഠിക്കുന്നത്. ഇപ്പം നമ്മൾ ഇതിലൊരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട് ടെക്സ്റ്റിൽ. ഒന്നാമത് പറയുന്നത് എന്താണ്? 2y plus 7 is equal to 90. ഇതാണ് ക്വസ്റ്റ്യൻ. 2y plus 7 is equal to 19. അപ്പോൾ നമുക്ക് ഇവിടെ എന്താണ്? ഈ y എന്ന് പറയുന്ന വേരിയബിളിൻ്റെ വാല്യൂ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഈ y എന്ന് പറയുന്ന ഈ ഒരു y എന്ന് വരുന്ന വേരിയബിൾ വരുന്ന ആ ഒരു എലമെൻറ്റ് എന്ത് ചെയ്യാം? നമുക്ക് അവിടെ വെച്ചിട്ട് എന്ത് ചെയ്യാം? ഈ ഒരു കോൺസ്റ്റന്റ് വാല്യൂ നമുക്ക് അപ്പുറത്തോട്ട് കൊണ്ടുപോകാം. അപ്പം ഇവിടെ പ്ലസ് എന്നുള്ളത് അങ്ങോട്ട് ഇക്വേഷൻ്റെ അപ്പുറത്തോട്ട് കൊണ്ടുപോകുമ്പോൾ എന്താവും? മൈനസ് ആവും. അപ്പോൾ ഇവിടെ 19 ഉണ്ട്. 19 മൈനസ് എന്താവും? 7 ആവും. ഓക്കെ, അപ്പം നമുക്ക് എന്ത് ആൻസർ കിട്ടും? 2y is equal to 19 നിന്ന് 7 മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ 12. അപ്പം നമുക്ക് എന്ത് ചെയ്യാം? ഈ y is equal to എന്ന് പറഞ്ഞിട്ട് എന്ത് കിട്ടും? 12. ഇവിടെ എന്താണ്? 2 ഇൻറ്റു y ആണ്. അപ്പോൾ ഇവിടെ എന്താണ്? ഇവിടെ മൾട്ടിപ്ലിക്കേഷനാണ്. അപ്പോൾ ഈ ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യുന്നത് ഇക്വേഷൻ്റെ അപ്പുറത്തോട്ട് പോകുമ്പോൾ അത് എന്തായിട്ട് മാറും? അത് ഡിവിഷനായിട്ട് മാറും. അപ്പം y is equal to എന്ന് പറയുന്നത് എന്ത് ചെയ്യും? 12/2 എന്ന് പറയും. അപ്പോൾ എന്ത് വരും? 6 എന്ന് കിട്ടും. അപ്പം ഇങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്? ഒരു 1 വേരിയബിൾ തന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? ഈസി ആയിട്ട് അതിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാം. ഇത്രയേ ഉള്ളൂ ചെയ്യേണ്ടത്. നമുക്ക് കിട്ടേണ്ട വാല്യൂ എന്താണോ അത് നമ്മൾ ഈ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ വെച്ചിട്ട് ബാക്കിയുള്ളതൊക്കെ അതിനെ സിംപ്ലിഫൈ ചെയ്ത് കൊണ്ടുവരിക. അതിന് ശേഷം എന്ത് ചെയ്യുക? ചിലപ്പം ഇവിടെ എന്തായിരിക്കും? ഇപ്പം 2 + y is equal to എന്താണ്? 12 എന്ന്. അപ്പോൾ y is equal to എന്ത് വരും? 12 - 2 എന്ന് വരും. ഇങ്ങനെ സിമ്പിളായിട്ടും എന്ത് ചെയ്യാം? ഇക്വേഷൻസ് വരാം. അപ്പോൾ എങ്ങനെയാണോ അത് വരുന്നത് അതിനനുസരിച്ച് എന്ത് ചെയ്യാം? നമുക്കിത് സിംപ്ലിഫൈ ചെയ്ത് കൊണ്ടുവന്നിട്ട് ഇതിൻ്റെ ആൻസർ നമുക്ക് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, അപ്പം ഇതേപോലെ ഒരു ക്വസ്റ്റ്യനാണ് കഴിഞ്ഞ എക്സാമിൽ ചോദിച്ചിട്ടുള്ളത്. ഇത്രയും സിമ്പിളായിട്ടുള്ള ഒരു ക്വസ്റ്റ്യനാണ് ചോദിച്ചിട്ടുള്ളത്. ഇപ്പം നമുക്ക് പറയാം എന്താണ്? 2x + 3 is equal to 15. നമുക്ക് എങ്ങനെ സോൾവ് ചെയ്യാം? അപ്പോൾ ഈ വേരിയബിളിൻ്റെ ഇതാണ് നമുക്ക് കാണേണ്ടത്. അപ്പോൾ ആ ഒരു ഇത് പിന്നെ ഈ വേരിയബിളിലുള്ള ആ ഒരു പോർഷൻ നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ വെക്കണം. is equal to 15 മൈനസ് 3 is equal to എന്ത് വരും? 12 വരും. അപ്പം x is equal to എന്ത് വരും? 12/2 is equal to 6 വരും. ഓക്കെ, അപ്പോൾ ഈ ഒരു രീതിയിലാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ഈ ഒരു ലീനിയർ ഇക്വേഷൻ വിത്ത് 1 വേരിയബിൾ നമ്മൾ ആൻസർ ചെയ്യേണ്ടത്. ഇനി നമുക്കൊരു എന്താ പറയുക ബ്രാക്കറ്റും അങ്ങനെയൊക്കെ വരുന്ന ഒരു ക്വസ്റ്റ്യൻ ഇതിലെങ്ങനെയാണ് നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. നമുക്ക് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട് 5x - 3, പിന്നെ ഇങ്ങനെ ഒരു ബ്രാക്കറ്റ് തന്നിട്ടുണ്ട്. പിന്നെ എക്സ് മൈനസ് പിന്നെ ഒരു ബ്രാക്കറ്റ് തന്നിട്ടുണ്ട് 3 - 4 - 5, പിന്നെ ഈ 5ൻ്റെ ഒരു ബ്രാക്കറ്റ് ഉണ്ട്. എക്സ് -1, എന്നിട്ട് ഈ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക. പിന്നെ ഇങ്ങനെയുള്ള ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക. പിന്നെ ഈ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക. is equal to ഇത് വന്നിട്ടുണ്ട് 4x - 7. ഇതാണ് നമ്മളോട് എന്താണ് സോൾവ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത്. എന്താണ്? 5x - 3 ഇൻറ്റു ഈ 3ൻ്റെ ഈ ഒരു എലമെൻറ്റിൻ്റെ ഇൻറ്റു ചെയ്യേണ്ട 3 പോർഷൻ ഉണ്ട് കേട്ടോ. 3 പോർഷൻ ഈ 3ക്ക് വരുന്നതാണ്. എന്താണ്? എക്സ് മൈനസ് പിന്നെ എന്താണ്? ഈ മൈനസ് വെച്ച് വരുന്നതാണ് എന്ത്? അതിൻ്റെ അകത്ത് വരുന്നതാണ് 4 - 5, പിന്നെ ഈ 5ൻ്റെ ഒരു ബ്രാക്കറ്റ് വരുന്നത് 5 ഇൻറ്റു x - 1. ഇത്രയും ഈസ് ഈക്വൽ ടു 4x - 7. അപ്പോൾ നമുക്കറിയാം ഇതിൽ ഒറ്റ വേരിയബിളേ വന്നിട്ടുള്ളൂ. എന്താണ്? എക്സ് എന്ന് പറഞ്ഞ ഒറ്റ ഒരു വേരിയബിളേ വന്നിട്ടുള്ളൂ. അപ്പോൾ ഇത് നമുക്ക് എന്ത് ചെയ്യും? ഒന്ന് സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ലീനിയർ ഇക്വേഷൻ്റെ ആ ഒരു സിമ്പിളായിട്ടുള്ള ഫോമാറ്റിലോട്ട് നമുക്ക് എന്ത് ചെയ്യാം? കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ നമുക്കിത് എന്താണ്? ഒരു ചെറിയൊരു ശ്രദ്ധയുള്ളൂ വേണ്ടത്. എങ്ങനെ ഇത് എന്താണ് മൈന്യൂട്ടായിട്ടുള്ള എന്താ മൈനസ് വരുമ്പം എന്താ വരുന്നത്? ബ്രാക്കറ്റ് വരുമ്പം എന്താണ് വരേണ്ടത്? ഇങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ ഇതിൽ എന്ത് ചെയ്യേണ്ടത്? നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ ആദ്യം എന്ത് ചെയ്യാം? ഈ പോർഷൻ അതുപോലെ എഴുതി വെക്കാം. 5x - 3. നമുക്കറിയാം എന്താണ് മാത്സിൽ നമ്മളൊരു എന്താണ് ബ്രാക്കറ്റ് സോൾവ് ചെയ്യുമ്പോൾ ആദ്യം ബ്രാക്കറ്റ്സ് ആണ് നമ്മൾ സോൾവ് ചെയ്യേണ്ടത്. ആ ബ്രാക്കറ്റ്സ് തന്നെ അകത്ത് വരുന്ന ഏത് ബ്രാക്കറ്റാണ് അതാണ് ആദ്യം സോൾവ് ചെയ്യേണ്ടത്. അതായത് ഇവിടെ നമുക്കറിയാം ഇത് അകത്ത് വരുന്ന ഇത് ആദ്യം വരുന്ന ഉള്ളിൽ വരുന്ന ബ്രാക്കറ്റ് എന്ന് പറയുന്നതാണ് x5 ഇൻറ്റു x - 1 ആണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം? അത് ആദ്യം സോൾവ് ചെയ്യണം. അപ്പോൾ അതെന്ത് ചെയ്യണം? ആദ്യം ഈ ബാക്കിയുള്ള എലമെൻറ്റ്സൊക്കെ അതുപോലെ തന്നെ എഴുതാം. x -
എന്താണ് 4 മൈനസ് എഴുതാം. എന്നിട്ട് എന്ത് ചെയ്യാം, ഇത് നമുക്ക് ഇൻറ്റു ചെയ്യാം. അപ്പം ഈ 5 ഇൻറ്റു എക്സ് ചെയ്യാം. അപ്പം എന്ത് വരും 5x. പിന്നെ ഈ -5 ഇൻറ്റു -1 ചെയ്യാം. അപ്പം എന്ത് വരും +5 ഇസ് ഈക്വൽ ടു എന്തിന് നമ്മുടെ കോൺസ്റ്റൻ്റ് ആയിട്ട് അപ്പുറത്തെ ഇക്വേഷൻ്റെ അപ്പുറത്ത് വരുന്നത് എന്ത് ചെയ്യുക, നമ്മൾ അതുപോലെ തന്നെ എഴുതി വെച്ചു. ഓക്കെ, ഈ ഒരു ബ്രാക്കറ്റ് എന്ത് ചെയ്യണം, ഈ ഒരു ബ്രാക്കറ്റാണ്. മറ്റേ ബ്രാക്കറ്റ് ഈ ഒരു ബ്രാക്കറ്റ് നമ്മൾ എലിമിനേറ്റ് ചെയ്തു. ഇനി എന്ത് ചെയ്യണം, ഈ ഒരു ബ്രാക്കറ്റാണ് നമുക്ക് ഒഴിവാക്കേണ്ടത്. അപ്പോൾ എന്ത് ചെയ്യുക, 5x മൈനസ് 3 ബ്രാക്കറ്റ് അതുപോലെ തന്നെ വെക്കുക, എക്സ് മൈനസ് എന്ത് എഴുതണം നമുക്ക്, അതായത് ഇത് നമുക്കൊന്ന് എലിമിനേറ്റ് ചെയ്ത് കൊണ്ടുവരാം. കാരണം എന്താണ്, ഇവിടെ ഒരു 4 ഉണ്ട്, ഇവിടെ ഒരു 5 ഉണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ഇതിനെ നമുക്കൊന്ന് ഷോർട്ടൻ ചെയ്തിട്ട് കൊണ്ടുവരാം. അപ്പോൾ എങ്ങനെ കിട്ടും നമുക്ക്, ഈ 4ഉം ഈ എന്താണ് 5ഉം ആഡ് ചെയ്താൽ നമുക്ക് എന്ത് വരും, 9 വരും. പിന്നെ എന്ത് വരും, -5x. എന്നിട്ട് ഈ ബ്രാക്കറ്റ് ഇടുക, ഈ ബ്രാക്കറ്റ് ഇടുക. എന്നിട്ട് ഈ ഒരു പോർഷൻ അവിടെ ഉണ്ട്, ഇനിയിപ്പോൾ ഞാൻ എടുത്തെഴുതുന്നില്ല. ഇനി എന്ത് ചെയ്യാം, 5x മൈനസ് 3 ബ്രാക്കറ്റ് എഴുതുന്നു. നമുക്ക് എലിമിനേറ്റ് ചെയ്യേണ്ടത് ഈ ഒരു ബ്രാക്കറ്റാണ്. അപ്പോൾ ഇത് ഈ മൈനസ് കൊണ്ട് ആദ്യം എന്ത് ചെയ്യുക, ഇതിനൊക്കെ ഒന്ന് ഇൻറ്റ് ചെയ്ത് കൊടുക്കുക. അതായത് ഈ മൈനസ് ഇതിൻ്റെ പുറത്ത് നിൽക്കുന്നതാണ്. അപ്പം എന്ത് ചെയ്യുക, അതിനെ ഈ 9 കൊണ്ടും അതേപോലെ തന്നെ 5x കൊണ്ടും എന്ത് ചെയ്യുക, ഒന്ന് ഇൻറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ എന്ത് വരും, മൈനസ് ഇൻറ്റു 9 -9 മൈനസ് ഇൻറ്റു -5x എന്ത് വരും, +5x. ഓക്കെ, ഇസ് ഈക്വൽ ടു 4x മൈനസ് 7 വരും. അപ്പോൾ ഇനി എന്ത് ചെയ്യാം, നമുക്കിനി ഇതിനെ ഒന്നുകൂടെ ഒന്ന് എന്താണ് സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെ വരും, ഇവിടെ ഒരു x ഉണ്ട്, ഇവിടെ ഒരു 5 ഉണ്ട്. അപ്പോൾ രണ്ടും കൂടെ കൂട്ടുമ്പോൾ 6x മൈനസ് എന്ത് വരും, 9 ഇസ് ഈക്വൽ ടു 4x മൈനസ് 7. ഇനി നമുക്ക് എന്ത് ചെയ്യണം, ഈ ബ്രാക്കറ്റ് ഒഴിവാക്കണം. അപ്പോൾ അതിനെന്ത് ചെയ്യുക, 5x മൈനസ് ഈ -3 കൊണ്ട് ഇതിനൊക്കെ ഇൻറ്റു ചെയ്യുക. അപ്പോൾ -3 ഇൻറ്റു -6x എന്ന് പറയുമ്പോൾ എന്ത് വരും, -18x. പിന്നെ എന്ത് വരും, ഇപ്പോൾ -3 ഇൻറ്റു -9 വരുമ്പം +27 ഇസ് ഈക്വൽ ടു 4x മൈനസ് 7. ഓക്കെ, ഇപ്പോൾ നമുക്ക് എന്താണ് ഒത്തിരി എക്സുകളും പിന്നെ കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള കുറച്ച് എലമെൻസുമാണ് ഇപ്പോൾ നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇതിനെ നമുക്ക് എന്ത് ചെയ്യണം, ഒന്നുകൂടെ ഒന്ന് സിംപ്ലിഫൈ ചെയ്യാം. ഇവിടെ ഒരു 5x ഉണ്ട്, ഇവിടെ എന്തുണ്ട്, ഒരു -18x ഉണ്ട്, പിന്നെ ഇക്വേഷൻ്റെ അപ്പുറത്ത് എന്തുണ്ട്, ഒരു 4x ഉണ്ട്. അപ്പോൾ നമുക്കത് ഒന്നുകൂടെ ഒന്ന് എന്ത് ചെയ്യാം, റീഅറേഞ്ച് ചെയ്യാം. അപ്പോൾ എങ്ങനെ വരും, ഇപ്പം ഈ 5x ഇവിടെ കിടക്കട്ടെ, -18x ഇവിടെ ഇരിക്കട്ടെ. എന്നിട്ട് ഈ ഇക്വേഷൻ്റെ അപ്പുറത്ത് എന്തുണ്ട്, ഒരു +4x ഉണ്ട്. അത് നമ്മൾ ഇക്വേഷൻ്റെ പുറത്തോട്ട് കൊണ്ടുവരുമ്പോൾ എന്ത് വരും, -4x വരും ഇസ് ഈക്വൽ ടു, പിന്നെ ഇവിടെ എക്സിൻ്റെ ഒന്നും വരുന്നില്ല. അപ്പോൾ എക്സിൻ്റെ ആ ഒരു എന്താണ് എലമെൻറ്റ്സ് വരുന്നതൊക്കെ ഒരു ഭാഗത്തും പിന്നെ കോൺസ്റ്റൻ്റ് ആയിട്ട് വരുന്ന ഇക്വേഷൻ്റെ അപ്പുറത്തോട്ടും കൊണ്ടുപോകുക. അപ്പോൾ -7 പിന്നെ ഇവിടെ എന്താണ് +27 ആണ്. അപ്പോൾ അത് അങ്ങോട്ട് വരുമ്പോൾ എന്താവും, -27 ആവും. ഓക്കെ, ഇത്രയും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് എന്ത് ചെയ്യാം, അതിനൊന്നുകൂടെ ഒന്ന് സിംപ്ലിഫൈ ചെയ്തിട്ട് എഴുതാം. അപ്പോൾ അങ്ങനെ വരും, അത് ഇസ് ഈക്വൽ ടു ഇങ്ങനെ 5x ഉണ്ട്, ഇവിടെ ഒരു 18x ഉണ്ട്, -18 ഉണ്ട്, ഇവിടെ ഒരു എന്താണ് -4x ഉണ്ട്. അപ്പോൾ എത്ര വരും, ഇത് ഇവിടെ 5x -18x -4x ആകുമ്പോൾ എന്ത് വരും, -22x വരും ഇസ് ഈക്വൽ ടു, ഇതെങ്ങനെ വരിക, -7 -27 ആണ്. അപ്പോൾ എത്ര വരും, -34. ഓക്കെ, അപ്പം ഈ +5x -22x വരുമ്പോൾ അതെന്തായിട്ട് മാറും, -17x ആയിട്ട് മാറും ഇസ് ഈക്വൽ ടു -34. അപ്പം x ഇസ് ഈക്വൽ ടു എന്ത് വരും, ഈ ഒരു ഇൻറ്റു -17 ഇൻറ്റു എക്സ് അല്ലേ, അപ്പോൾ അത് അങ്ങോട്ട് പോകുമ്പോൾ എന്ത് വരും, -34 ഡിവൈഡഡ് ബൈ -17 കിട്ടും. അപ്പോൾ എന്ത് കിട്ടും, ഇവിടെ 2 കിട്ടും. അതായത് ഈ മൈനസ് ഒക്കെ വെട്ടിപ്പോയി കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, ഇത് 2 എന്നായിരിക്കും. അപ്പോൾ x ഇസ് ഈക്വൽ ടു 2 എന്നാണ് എന്ത് ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത്. ഇനി നമുക്ക് ടെക്സ്റ്റിൽ തന്നിട്ടുള്ള ഒരു പ്രാക്ടിക്കൽ പ്രോബ്ലം നോക്കാം. ടെക്സ്റ്റിൽ മൂന്നാമത്തെ ഒരു ക്വസ്റ്റ്യൻ ആണിത്. എന്താ പറഞ്ഞിട്ടുള്ളത്, ലെങ്ത് ഓഫ് എ റെക്റ്റാങ്കിൾ ഈസ് 3 സെൻറ്റിമീറ്റർ മോർ ദാൻ ഇറ്റ്സ് ബ്രെഡ്ത്ത് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. എന്താ പറഞ്ഞത്, ഒരു റെക്റ്റാങ്കിൾ അതായത് ഒരു ചതുരം, അതിൻ്റെ ലെങ്ത്ത് എന്ന് പറയുന്നത് എന്താണ്, അതിൻ്റെ ബ്രെഡ്ത്തിനെക്കാട്ടിലും വീതിയെക്കാട്ടിലും 3 സെൻറ്റിമീറ്റർ കൂടുതലാണ്
എന്നിട്ട് നമുക്ക് വേറൊരു ക്ലൂവും കൂടി തന്നിട്ടുണ്ട്. ഇഫ് പെരിമീറ്റർ ഈസ് 18 സെൻറ്റിമീറ്റർ, അതിൻ്റെ ചുറ്റളവ് എന്ന് പറയുന്നത് 18 സെൻറ്റിമീറ്റർ ആണെങ്കിൽ അതിൻ്റെ ലെങ്ത്തും ബ്രെഡ്ത്തും കാണാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പം നമുക്കിവിടെ തന്നിട്ടുള്ള ക്ലൂ വെച്ചിട്ട് എന്ത് ചെയ്യണം, നമുക്ക് ഇതിനൊരു ലീനിയർ ഇക്വേഷൻ ഫോമാറ്റിലോട്ട് കൺവേർട്ട് ചെയ്തിട്ട് ഇതിൻ്റെ വാല്യൂ നമുക്ക് കണ്ടുപിടിക്കാം. അപ്പോൾ ആദ്യം നമുക്കറിയാം എന്താണ് ഇവിടെ റെക്റ്റാങ്കിളിൻ്റെ ലെങ്ത് എന്ന് പറഞ്ഞാൽ എന്താ പറഞ്ഞിട്ടുള്ളത്, 3 സെൻറ്റിമീറ്റർ മോർ ദാൻ ഇറ്റ്സ് ബ്രെഡ്ത്ത് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം നമുക്ക് ബി എന്ത് ചെയ്യാം, ബി എന്ന് പറഞ്ഞാൽ ബ്രെഡ്ത്ത് എന്ത് ചെയ്യാം, അതായത് അതിൻ്റെ ബ്രെഡ്ത്തിനെക്കാട്ടിലും എന്താണ് കൂടുതലാണ്, 3 സെൻറ്റിമീറ്റർ അതിൻ്റെ ലെങ്ത്ത് കൂടുതലാണെന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ബി എന്ന് പറഞ്ഞിട്ട് എക്സ് എടുക്കാം. ഓക്കെ, ബി എന്ന് പറയുന്ന എക്സ് എടുക്കുമ്പോൾ ലെങ്ത്ത് എന്ത് കിട്ടും, x+3 എന്ന് കിട്ടും. ഓക്കെ, ഇവിടെ എന്താണ് x+3 എന്ന് പറയുന്നത്, എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ലെങ്ത്ത് എന്ന് പറഞ്ഞാൽ എന്താ പറഞ്ഞിട്ടുള്ളത്, ഇതിൻ്റെ ബ്രെഡ്ത്തിനെക്കാട്ടിലും 3 സെൻറ്റിമീറ്റർ കൂടുതലാണ്. അപ്പം ബ്രെഡ്ത്ത് എന്ന് പറയുന്നത് എക്സ് ആണ്. ആ എക്സിൻ്റെ കൂടെ 3 കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, അതിൻ്റെ ലെങ്ത്ത് കിട്ടും. അപ്പോൾ ഈ ഒരു രീതിയിൽ നമുക്കിതിനെ എഴുതാം. അപ്പം ബി എന്ന് പറഞ്ഞാൽ എക്സ്, എന്ന് പറഞ്ഞാൽ x+3. അപ്പോൾ നമുക്കറിയാം ഒരു റെക്റ്റാങ്കിളിൻ്റെ എന്താണ് പെരിമീറ്റർ എന്ന് പറഞ്ഞാൽ എങ്ങനെ, നമ്മൾ അതിൻ്റെ ഇക്വേഷൻ എങ്ങനെയാണ്, 2 × L+B ആണ് എന്തെന്ന് അതിൻ്റെ പെരിമീറ്റർ അല്ലെങ്കിൽ ചുറ്റളവ് എന്ന് പറയും. ഏരിയ എന്ന് പറഞ്ഞാൽ L × B ആണ് അതിൻ്റെ പെരിമീറ്റർ, വിസ്തീർണ്ണം എന്ന് പറയുന്നത് L × B ആണ്, അതിൻ്റെ ചുറ്റളവ് എന്ന് പറയുന്നതാണ് 2 × L+B ആണ്. ഈ ഒരു ഇക്വേഷനാണ് നമുക്കിതിൽ അപ്ലൈ ചെയ്യേണ്ടത്. അപ്പം ഈ 2 × L+B എന്ന് പറഞ്ഞിട്ട് നമുക്ക് എഴുതാൻ പറ്റും എങ്ങനെ, 2 × L എന്ന് പറഞ്ഞാൽ എന്താണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്, ഇവിടെ ഈ Lന് പകരം ഇവിടെ കിട്ടിയിട്ടുള്ളത് എന്താണ്, x+3 ആണ്. അപ്പം x+3 പ്ലസ് ബി എന്ന് പറഞ്ഞാൽ എന്താണ് എക്സ് ആണ്. അപ്പം എക്സ് ഇസ് ഈക്വൽ ടു, അത് എത്രയെന്ന് തന്നിട്ടുണ്ട്, 18 സെൻറ്റിമീറ്റർ ആണ് നമുക്ക് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 18 കിട്ടി. ഇനി നമുക്കിതൊന്ന് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ എങ്ങനെ വരും, ബ്രാക്കറ്റിനകത്തുള്ള എന്താണ് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ ഇവിടെ ഒരു എക്സ് ഉണ്ട്, ഇവിടെ ഒരു എക്സ് ഉണ്ട്. അപ്പോൾ എക്സും എക്സും കൂട്ടിക്കഴിഞ്ഞാൽ എന്ത് കിട്ടും, 2x + 3 ഇസ് ഈക്വൽ ടു എന്ത് വരും, 18 വരും. അപ്പം ഈ ബ്രാക്കറ്റ് ഒഴിവാക്കുക, ഈ 2 എന്ന് പറയുന്ന എലമെൻറ്റ് എന്ത് ചെയ്യണം, 2 ഈ ഒരു പോർഷൻ കൊണ്ട് എന്ത് ചെയ്യണം, ഇൻറ്റു ചെയ്യണം. അതാണ് ഇതിൻ്റെ മീനിങ്. അപ്പം ബ്രാക്കറ്റ് പുറത്ത് തന്നു കഴിഞ്ഞാൽ അപ്പോൾ എങ്ങനെ എഴുതാം, 2 × 2x എന്ന് പറഞ്ഞാൽ എന്ത് വരും, 4x പ്ലസ് പിന്നെ എന്ത് വരും, 2 × 3 എന്ന് പറഞ്ഞാൽ 6 ഇസ് ഈക്വൽ ടു 18 വരും. അപ്പോൾ നമുക്ക് എന്തായി, നമ്മുടെ ഒരു ലീനിയർ ഇക്വേഷൻ ഫോമാറ്റിലോട്ട് ഇത് വന്നു. അപ്പോൾ ഇനി എന്ത് ചെയ്യാം, ഈ 4x ഇവിടെ നിർത്തിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഈ 6-നെ ഇക്വേഷൻ്റെ അപ്പുറത്തോട്ട് കൊണ്ടുപോകാം. അപ്പം 18 - 6 ഇസ് ഈക്വൽ ടു എന്ത് വരും, 12 എന്ന് കിട്ടും. ഓക്കെ, ഇത്രയും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇത്രയേ ഉള്ളൂ നമ്മൾ ചെയ്ത ആ ഒരു ഇക്വേഷനിൽ നമുക്ക് കിട്ടിയിട്ടുള്ള ഈ ഒരു എലമെൻറ്റ്സ് നമ്മൾ എന്ത് ചെയ്യുന്നു, അപ്ലൈ ചെയ്യുന്നു. ഇനി അങ്ങനെ വരും, അപ്പം എങ്ങനെ വരും, 4x ഇസ് ഈക്വൽ ടു എന്ത് വന്നു, 12 വന്നു. അപ്പം എക്സ് ഇസ് ഈക്വൽ ടു എന്ത് വന്നു, 12/4 ഇസ് ഈക്വൽ ടു 3. ഓക്കെ, അപ്പം ഈ 3 എന്ന് പറഞ്ഞാൽ എന്താണ്, ബ്രെഡ്ത്ത് ആണ്. അതായത് എക്സ് ഇസ് ഈക്വൽ ടു 3 എന്ന് പറയുന്നത് എന്താണ്, എക്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞു എന്താണ്, എക്സ് ഇസ് ഈക്വൽ ടു ബി ആണ്. എൽ എന്ന് പറഞ്ഞാൽ എന്താണ്, എൽ എന്ന് പറഞ്ഞാൽ x+3 ആണ് എന്തെന്ന് പറയുന്നത്, എൽ എന്ന് പറയുന്നത്. അപ്പം ഇവിടെ എക്സ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് എന്ത് കിട്ടി, 3 എന്ന് കിട്ടി. അപ്പം ബി എന്ന് പറയുന്നത് എന്താണ്, 3 ആണ്. ബ്രെഡ്ത്ത് എന്ന് പറയുന്നത് 3 ആണ്. എൽ എന്ന് പറയുന്നത് എന്ത് വരും, ഈ എക്സിൻ്റെ കൂടെ 3 കൂടി ആഡ് ചെയ്യണം. അപ്പം 3 + 3 ഇസ് ഈക്വൽ ടു എന്ത് വരും, 6 എന്ന് വരും. അപ്പം ആ ഒരു റെക്റ്റാങ്കിളിൻ്റെ എന്താണ്, എന്തോ കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞിരുന്നു, ലെങ്ത്തും ബ്രെഡ്ത്തും എത്രയെന്ന് കിട്ടി നമുക്ക്, 6 ആൻഡ് ലെങ്ത്ത് 6ഉം അതേപോലെ തന്നെ ബ്രെഡ്ത്ത് എന്ത് കിട്ടി, 3 ആണെന്ന് നമുക്ക് കിട്ടി. അപ്പോൾ ഇങ്ങനെയാണ് ആ ഒരു ഇക്വേഷൻ സോൾവ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് അറിയാം ഒരു സ്ക്വയറിൻ്റെ, ഇപ്പോൾ നമുക്ക് വേറൊരു ക്വസ്റ്റ്യൻ തന്നിട്ടിരിക്കുകയാണ്. എന്താണ്, ഒരു സ്ക്വയറിൻ്റെ എന്താണ് ഏരിയ അല്ലെങ്കിൽ പെരിമീറ്റർ എന്ന് പറയുന്നത് എന്താണ് 32 സെൻറ്റിമീറ്റർ ആണ് തന്നിട്ടുണ്ട്. അപ്പം നമ്മളോട് പറയണത് അതിൻ്റെ എന്താണ് ഒരു സൈഡ് കണ്ടുപിടിക്കണം എന്ന് പറഞ്ഞാൽ എങ്ങനെ നമുക്ക് എഴുതാം, അതായത് നമുക്കറിയാം ഒരു സ്ക്വയറിൻ്റെ പെരിമീറ്റർ എന്ന് പറയുന്നത് അതിൻ്റെ ചുറ്റളവ് എന്ന് പറയുന്നത് എന്താണ്, 4a ആണ്. അപ്പം 4a ഇസ് ഈക്വൽ ടു എന്ത് തന്നു, 32 തന്നു. അപ്പം a ഇസ് ഈക്വൽ ടു നമുക്ക് എന്ത് ചെയ്യാം, 32/4 ഇസ് ഈക്വൽ ടു എന്ത് വരും, 8 എന്ന് വരും. അപ്പം 8 സെൻറ്റിമീറ്ററോ അല്ലെങ്കിൽ 8 മീറ്ററോ എത്രയാണെങ്കിൽ ഇതിൻ്റെ അളവ് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഒരു സൈഡ് ഇത്രയാണ്
അതായത് എന്താണ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താണ് 4 സൈഡും ഒരുപോലെ വരുന്നത്. അപ്പം അവരുടെ ചുറ്റളവ് എന്ന് പറയുന്നതിന് പെരിമീറ്റർ എന്ന് പറയുന്നത് എന്താണ് 4a = 32. അപ്പോൾ ഇങ്ങനെയാണ് ഒരു 1 വേരിയബിൾ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഇങ്ങനെയുള്ള ഇക്വേഷൻസ് സോൾവ് ചെയ്യേണ്ട രീതി എന്ന് പറയുന്നത്. നമുക്ക് നെക്സ്റ്റ് പറയുന്നത് എന്താണ് 2 വേരിയബിൾ സൈമിൾട്ടേനിയസ് ഇക്വേഷൻ എന്നുള്ള ഒരു എന്താണ് ടേം വെച്ചിട്ടാണ് നമുക്കിനി അടുത്ത് പറയാനുള്ളത്. അപ്പം ഇത്രയാണ് 1 വേരിയബിൾ വെച്ചിട്ടുള്ള എന്താണ് വേരിയബിളിന് വെച്ചിട്ടുള്ള ലീനിയർ ഇക്വേഷനെ കുറിച്ചിട്ട് പറയാനുള്ളത്. ഓക്കെ, താങ്ക് യു.